നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, KPMCൻ്റെ സ്ഥാപക നേതാവ് PK ചാത്തൻ അവരുടെ ചാത്തമാഷയുടെ 38ാം ഓർമ്മ ദിനമാണ്, ചരമദിനമാണ്. ആ മഹാത്മാവിൻ്റെ ആത്മാവിനെ ഒരിക്കൽ കൂടി നിത്യശാന്തിയാകുന്നുണ്ട്. ഇന്ത്യയിൽ കുറേ കാലമായി പ്രധാന തിരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള അപകടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാറുണ്ട്. ഗോത്രമൂലകം തുടങ്ങിയാൽ ശരിയാണ്. ഇന്നിപ്പോൾ ഗുജറാത്തിൽ, രാജസ്ഥാനിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാവുന്ന ഒരു പരിപാടിയിൽ അടുത്ത് ശുദ്ധീകരണശാല 80,000 കോടി രൂപ കത്തി നഷ്ടപ്പെട്ടു പോയി എന്നാണ്. 80,000 കോടി രൂപ. ആരാണ് ഇതിൻ്റെ പുറകിൽ നിന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കും, ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞു പിന്നെ അതിന് പേരും തെളിവ് കൊടുക്കാൻ പറ്റില്ല. ഏതായാലും ഈ ഒരു പ്രവണത രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും നല്ലതല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അവരുടെ മണ്ഡലത്തിൽ സൂക്ഷിച്ചിരുന്ന വോട്ട് പറ്റിയുള്ള മുറി തുറന്നു എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലൈൻറ്റും ഉണ്ട്. അതുകൊണ്ട് പാലക്കാട് ഒരു സ്ഥലത്ത് ഇതുപോലെ തുറന്നത്. അതിന് ഒരുപടി ആരോപണങ്ങൾ വരുന്ന, ഒട്ടും സുരക്ഷിതമല്ലാത്ത, സൂക്ഷ്മമല്ലാത്ത, സത്യസന്ധമല്ലാത്ത രീതിയിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചില ചെയ്തികൾ. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൃപ്തി, വിശ്വാസം ഇല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പ്രസക്തി? ഇതൊക്കെ വരുമ്പോഴേ ഇപ്പോൾ പൊങ്ങി നടക്കുക രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധി, നിങ്ങൾ കോൺഗ്രസ് നേതാവ്, കഴിഞ്ഞ 7-8 വർഷം മുൻപ് ഡൽഹിയിൽ വെച്ച് റിട്ടയേർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് വയോവ്യക്തിയൻ, 90 വയസ്സുള്ള ആൾ, അദ്ദേഹം ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ വലിയ പ്രകടനം നടത്തി. 90 വയസ്സാൾക്ക് ഇനി എന്ത്? ഇനി മൊയ്തീൻ ഷാക്ക് എന്ത്? എങ്കിലും വരും തലമുറയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തെ കശാപ്പീകരിക്കാൻ വേണ്ടി വലിയ പ്രശ്നമാക്കി. അന്ന് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് തിരിഞ്ഞു നോക്കിയില്ല. അന്ന് അവർ പ്രതിപക്ഷ പാർട്ടി എന്നതിൽ കോൺഗ്രസ് രാഹുൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യന് വലിയ ബഹുമാനം, വലിയ ശക്തി വരില്ലായിരുന്നു. ബാലറ്റ് പേപ്പർ കൂടി വോട്ടായിക്കണമെന്ന് പറഞ്ഞു. ബാലറ്റ് പേപ്പർ ഇല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞു. ഇത് പറയാനുള്ള നാട്ടിലുണ്ടോ ഒന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് ആർക്കെങ്കിലും? ഞാൻ പ്രതിപക്ഷ പാർട്ടിയെ പറഞ്ഞത് അല്ല, ഞാൻ BJP RSO അല്ല. പക്ഷെ പ്രതിപക്ഷ പാർട്ടികളുടെ ഏതെങ്കിലും നേതാവ് നട്ടിലുണ്ടോ? അടുത്ത ഇലക്ഷൻ മുതൽ ബാലറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യും എന്ന് പറയാനുള്ള ഗഡ്സ് ഉണ്ടോ ആർക്കും? ഏതെങ്കിലും എനിവൺ? ബാലറ്റ് പേപ്പറിൽ പോലും തട്ടിപ്പെടുത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞാലൊക്കെ UDF നേതാക്കളോടും ഒരു പരിധിയുള്ള അരിയായോടും പറയാനുള്ളത്, 4 കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അതിൽ 2 കാര്യം കഴിഞ്ഞു. ഒന്നാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കണം. അത് നോക്കിയിട്ട് കാലം ഇലക്ഷൻ കഴിഞ്ഞ്. മറ്റേ അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം, അതും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി 2 കാര്യം ബാക്കിയുണ്ട്. ഒന്ന്, വോട്ട് എണ്ണുന്ന പേരും വോട്ട് പെട്ടി സൂക്ഷിച്ചിരിക്കുക സ്ട്രോങ് റൂം. ഒരു സ്ട്രോങ്ങും അല്ല, നോൺ സ്ട്രോങ് ആണെങ്കിൽ സ്ട്രോങ് റൂമിന് മുൻപിൽ, നിങ്ങളുടെ തൊട്ട് മുമ്പിലല്ല, പരിധിക്ക് അപ്പുറത്ത് നിങ്ങളുടെ ആൾക്കാർ നിൽക്കണം, മാറി മാറി നിൽക്കണം 24 മണിക്കൂറും. സ്ട്രോങ് റൂമിന് 100 മീറ്റർ അടുത്ത് ആർക്കും പോകാൻ പാടില്ല. ശരിയാണൊക്കെ നാം സമ്മതിച്ചു, ആർക്കും പോകാൻ പാടില്ല. പിന്നെ എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ പോകാൻ പറ്റും. ഇലക്ഷൻ കമ്മീഷൻ്റെ റൂൾ അനുസരിച്ച് സ്ട്രോങ് റൂം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വോട്ട് എണ്ണുന്ന സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാരുടെ മുന്നിൽ വച്ച് മാത്രം തുറക്കാവൂ. വേറെ ആർക്കും പ്രവേശിക്കാൻ പാടില്ല. എന്ത് കാര്യം, ചത്താൽ പോലും പറയാണ് ഡയറി മറന്നോ എടുക്കാൻ വേണ്ടിയാണെന്ന്. എന്തായി പറഞ്ഞത്? 2 കാര്യം. ഒരു കാര്യം, വോട്ട് എണ്ണുന്ന വരെയും അതിന് അടുത്ത് മാറിയത്. മറ്റു വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നവരെയും കൂടെ വെക്കണം. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ വല്ല കാലുവല്ല വെക്കണം. അങ്ങനെ സൂക്ഷ്മമായിട്ടും സുരക്ഷിതമായിട്ടും ശ്രമിച്ചെങ്കിൽ മാത്രമേ വിജയത്തിൻ്റെ ഒരു സാധ്യതയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കണക്കുകൂട്ടനുസരിച്ച് വളരെ ശക്തമായൊരു അമർഷം അല്ലെങ്കിൽ സംശയമുണ്ട്.
UDF ഭരണം കിട്ടുമെന്നുള്ളത്. അത്ര കണ്ട് ആഴത്തിൽ പിന്നെ നടക്കുന്നുണ്ട്. അതൊന്നും നോക്കാൻ നമ്മുടെ നേതാക്കൾക്ക് സമയമില്ല. നമ്മുടെ നേതാക്കൾക്ക് മുഖ്യത്യാഗമാണ് ശ്രമിക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിൽ ഇലക്ഷൻ നടക്കണം. ഇന്ത്യയിൽ ആകെയുള്ളൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, CPM-ൻ്റെ. നിർണായക ഇലക്ഷനിൽ പുള്ളി പോകുന്നില്ല. പുള്ളിന് പറഞ്ഞ കാരണം എന്താണ്? ഒരു കാരണം പറഞ്ഞില്ല. എന്താണ്? പല്ല് എടുക്കാനോ എന്തോ കണ്ണിട്ട്. അതൊക്കെ ഈ 2 ആഴ്ച കഴിഞ്ഞ് തുടങ്ങിയാൽ പോരെ? ഇലക്ഷൻ തീരുമില്ലേ? ഒരാഴ്ച പ്രചരണത്ത് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്താൽ പോരെ? അപ്പം അതൊന്നുമില്ല. അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ, കേരളത്തിൽ ആ മനുഷ്യരെ അത്ര കണ്ട് ജനങ്ങൾ വെറുത്തുപോയി. സങ്കടോട് പറയാം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്, കോൺഗ്രസ് സംബന്ധിച്ച് ഇനി കേരളത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കെട്ടിൽ നിന്ന് ഒന്ന് പുറത്ത് വന്ന് കോൺഗ്രസ് സ്വതന്ത്രമായി ശ്വാസോച്ഛ്വാസം നടത്തണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. പ്രധാനമായിട്ടും പറയാണ് സതീഷിനോടും മറ്റേ എല്ലാ കോന്തന്മാരും, എല്ലാ നേതാക്കളോടും. ഒന്ന്, 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു R. ശങ്കറിന് ശേഷം കേരളത്തിൽ 23% വരുന്ന ഒരു വിഭാഗമുണ്ട്, ഈഴവ വിഭാഗം. ആ വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി പിന്നെ വന്നിട്ടില്ല. ആകെ ഒരു മുഖ്യമന്ത്രിയുള്ളൂ. C. കേശവൻ കേരള മുഖ്യമന്ത്രിയല്ല, അത് തിരുവിതാംകൂർ തിരുക്കൊച്ചി എന്ന സംസ്ഥാനത്തെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ അതൊന്നും മുഖ്യമന്ത്രിയല്ല, നമ്മുടെ മുഖ്യമന്ത്രിയല്ല അത്. അപ്പോൾ R. ശങ്കറിന് ശേഷം, ശങ്കറിൻ്റെയൊക്കെ എങ്ങനെയാണ് അവസാനം കാലുവാരി ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ വിട്ടുകളയാം. പക്ഷെ അതിന് ശേഷം വന്ന 25% ഒരു വിഭാഗമാണ് ഇതിൽ. അവരിൽ 80-85% എന്തുകൊണ്ട് LDF പോയത് ചിന്തിക്കണം. കോൺഗ്രസ്സുകാരെ ചിന്തിക്കണം, ലീഗുകാരെ ചിന്തിക്കണം, UDF നേതാക്കളെ. എന്തുകൊണ്ടാണ് 23% വരുന്ന ഈഴവ വിഭാഗത്തിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് അതിൽ 85% LDF മാത്രം വോട്ട് ചെയ്യാൻ എങ്ങനെ ഏത് സാഹചര്യം? ആ സാഹചര്യം പഠിക്കണം. വന്നത്തഞ്ച് മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ വന്നു, അതായത് ജനിച്ച ചോരും പിഴച്ച നായരും നശിച്ച മാപ്പിളയും. നശിച്ച മാപ്പിള ക്രിസ്ത്യാനിയാകും, മുസ്ലിമാകാം. ഇവർ 3 വർഗം കമ്മ്യൂണിസ്റ്റാണെന്നാണ്. ചോരായി ജനിച്ചവൻ കമ്മ്യൂണിസ്റ്റാണ് മന്നത്ത് പറഞ്ഞത്. നശിച്ചുപോയ കാക്കമാരും മാപ്പിളാരും, പേടിച്ചുപോയ നായരും എന്നാണ്. വന്നത് പോലെ 3 എനിക്ക് വരെ കുഴപ്പമില്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് 23% ഈഴവ വിഭാഗത്തിൽ ഇനി 40% UDF കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണം. അതെന്താ വഴി? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തടസ്സം വന്നിട്ടുണ്ട്, പിന്നെ അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അവസ്ഥയായിട്ട് ഉപയോഗിച്ചിട്ട് VM സുധീറിൻ്റെ മുഖ്യമന്ത്രി ചാർജെടുപ്പിക്കണം. എന്നിട്ട് ആ സമുദായത്തിൽ നിന്ന് ഏതാണ്ട് 40%, 50%, 40% ആൾക്കാരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കാൻ UDF എത്തണം. മനസ്സിലായില്ല കോൺഗ്രസ്സുകാർക്ക്? മനസ്സിലാകുന്നുണ്ടോ? ചോദ്യം അതാണ്. അല്ലാതെ ജനസംഖ്യയിൽ 9% ഒരു നായർ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ എന്ത് പാർട്ടി വളരും, എന്ത് വളർത്താൻ പറ്റും? അതിൽ 60% BJP അല്ലെങ്കിൽ സംഘപരിവാരാണ് അനുഭാവികളാണ്. ബാക്കിയുള്ള ഈ മേൽത്തട്ട് ജാതികൾ എല്ലാം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സംഘപരിവാർ ചെറിയ താല്പര്യമുണ്ട്. അത് BJP ആയിട്ടല്ല, അതൊരു പ്രത്യേക കെമിസ്ട്രിയാണ്. അത് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അല്ലാത്തൊരു ആത്മാർത്ഥമായിട്ട് ഒരു 60% പേര് അനുകൂലം വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കിട്ടുന്നത്? 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ട കിട്ടുന്നത്. അതിന് തിരിച്ചു നോക്കിയപ്പോൾ ഒരു മുഖ്യമന്ത്രി നായരായതുകൊണ്ട് തിരിച്ച് വരാനും പോകുന്നില്ല. അത്ര ഉറച്ചുപോയി. പക്ഷേ ഈഴവരല്ല, അവർ ഇളകും. അവർക്കിപ്പോൾ 11 മന്ത്രിസ്ഥാനം കൊടുത്തുകൊണ്ട് നല്ലൊരു ശതമാനത്തിൽ എതിർപ്പുണ്ട് CPM-നോട്. CPM-ൽ തന്നെ നല്ലൊരു ശതമാനം എതിർപ്പുണ്ട്. പിന്നെ മറ്റു ആ നിലക്ക് അവർക്ക് മാറ്റം വരും. അപ്പോൾ എന്ത് ചെയ്യണം? VM സുധീറിനെ പോയെന്ന് പറയുമ്പോൾ വേറെ ആൾ പകരം കാണുന്നില്ല. അത് പറ്റിയ ആൾ അടൂർ പ്രകാശം പറ്റൂല്ലേ? VM സുധീറിന് മുഖ്യമന്ത്രി ആക്കണം. വലിയ അഭിപ്രായത്തിലുള്ള ഒരാളാണ്. മറ്റൊന്ന്, മുസ്ലിം സമുദായത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണം. ഷാഫിക്ക് മറ്റു ആർക്കും അതെങ്കിലും കൊടുത്തു. ഞാൻ ഷാഫിക്ക് പേര് പറഞ്ഞ് മാത്രമല്ല, എനിക്ക് സംഭവമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? അവർ വോട്ടാണ് ഈ UDF അധികാരത്തിൽ കയറ്റാൻ പോകുന്നത്. ഒരു കിട്ടുന്നുണ്ടെങ്കിൽ, അതിന് കൃത്യം നടന്നെങ്കിൽ അതൊക്കെ തെറ്റുപറ്റാം. അതിൽ നമ്മൾ 37 വോട്ട് അല്ലെങ്കിൽ 30 വോട്ട്, 100 വോട്ട് 30 വോട്ട് കിട്ടുന്നത് ഈ സമുദായത്തിൻ്റെയാണ്.
ആകെയുള്ള മുസ്ലിം ലീഗിൽ 97% UDF വോട്ട് ചെയ്യണം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അണ്ടറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സംശയാസ്പദമായ സാഹചര്യം കേരളത്തിലുണ്ട്. പൊതുവെ മറ്റ് സമുദായങ്ങളിടയിൽ മാത്രമല്ല മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. ആകെയുള്ള വോട്ടർമാരിൽ 4-1 അല്ലെങ്കിൽ മാക്സിമം 3 താഴെയാണ് മുസ്ലിം സമുദായത്തിൽ ലീഗ് അനുഭാവികൾ. ബാക്കി 2 പേരും പുറത്താണ് കിടക്കുന്നത്. അതിനൊക്കെ എങ്ങനെ കമ്മതി പോലെ കാര്യം പറഞ്ഞു. പാലക്കാട് മുതൽ കാസർഗോഡ് ഒരു 65 മണ്ഡലമുണ്ട്. ഈ 65 മണ്ഡലം മോർ ദാൻ 50% മുസ്ലിങ്ങളുള്ളതാണ്. എന്നിട്ട് 65 മണ്ഡലം കോൺഗ്രസ് മാത്രം 5 പേരെ ജയിച്ചു, 60 പേര് തോറ്റുപോയി. അപ്പോൾ അവിടെയൊക്കെ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ ജയിക്കില്ലേ? മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞ് ചെയ്യും, അവർ ചതിവില്ല. അല്ലെങ്കിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ എനിക്ക് ഒറ്റ പരാതിയുള്ള മുസ്ലിമിൻ്റെ പേര് മാറ്റിപ്പോൾ മാത്രമേ വേറെ ഒരു പരാതി മുസ്ലിം ലീഗിനെ കുറിച്ചിരിക്കില്ല. വേറെ പരാതി ആർക്കും പറയാൻ സാധിക്കില്ല. അവരുടെ കഴിവനുസരിച്ച് മറ്റു പാർട്ടികൾ ചില 10 പോലും അഴിമതി ചെയ്തിട്ടില്ല, അതിനെ സ്വാധീനിച്ചില്ല, അവന് കിട്ടേണ്ട അർഹതപ്പെട്ട സ്ഥാനം പോലും എടുത്തിട്ടില്ല. മറ്റ് സമുദായങ്ങൾ കുഞ്ഞാലിക്കുട്ടി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ 2 മുസ്ലിങ്ങൾ UDF വോട്ട് ചെയ്തതൊക്കെ അവർ ഉറപ്പിച്ച് നിർത്താൻ, കോൺക്രീറ്റ് നിർത്താൻ വേണ്ടി ഒരു മുസ്ലിമിനെ KPC പ്രസിഡന്റാകും. ഒന്ന് വരാൻ വേണ്ടി, മറ്റു ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി. ഇത് വല്ലതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന നേതാക്കൾക്കോ UDF നേതാക്കൾക്കോ CP ജോണിനോ ആരെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഞാൻ CP ജോണിൻ്റെ പേര് എപ്പോഴും പറയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ അദ്ദേഹത്തെ കുറച്ച് വെളിവുള്ള ആളതാണ്. പുള്ളി കുറച്ച് കാര്യങ്ങളുണ്ട്, ക്ഷമാശീലനാണ്, വിവരമുണ്ട്. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ പേര് അല്ലേ, പുള്ളി വലിയ ഉണ്ടായിട്ടില്ല. CP ജോൺ നിങ്ങൾക്ക് ഉപദേശിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് സംഗതി. VM സുധീരന് ചാൻസ് കൊടുക്കണം. VM സുധീരന് ചാൻസ് കൊടുക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾ ചെറിയ പാർട്ടികളല്ലേ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇഷ്ടം. പക്ഷേ ഈ ഒരു മുസ്ലിം സമുദായത്തിൽ ഒരാൾ KPC പ്രസിഡന്റ് ആക്കണം, അത് നിലനിൽപ്പ് PO ബാബാസാഹിബിന് ശേഷം ആരും വന്നിട്ടില്ല എന്നൊക്കെ പരതാതെ സത്യമാണതൊക്കെ. അസർ വന്നെങ്കിലും അസറൊന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നടക്കും, അതല്ലെങ്കിൽ അപകടമാണ്. ഇനി മറ്റൊരു അപകടം, അതൊന്നും പറയാൻ പറ്റിയ സാഹചര്യം അല്ല ഇന്ത്യയിൽ. അതൊന്നും ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഇനി അതൊക്കെ വലിയ ഗൗരവമായി കഴിഞ്ഞാൽ ഈ വയസ്സുകാലത്ത് പ്രശ്നമുണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രത്യേകിച്ച് UDF കുറച്ചുകൂടി ശ്രദ്ധിക്കുക. മന്ത്രിമാർ തിരഞ്ഞെടുക്കുമ്പോഴും മറ്റു കാര്യങ്ങളിലൊക്കെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ എല്ലാ സമുദായങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും കൊടുക്കാം. അല്ല ഏതെങ്കിലും കോണിൽ സ്വാധീനിച്ച് പണ്ട് ഈ സതീശനൊരിക്ക് ഗൾഫ് മലയാളി ഇപ്പോൾ ഒരു നായർക്ക് കൊടുത്തല്ലോ, മുന്നണിയിൽ ആരോടും ചോദിക്കാതെ ഒരു സീറ്റ് ഓഫർ ചെയ്തു. ഇപ്പോൾ ഇവിടെ പോയി ഞങ്ങൾ നിരന്തരമായ പ്രവൃത്തി സതീശൻജി, അത് ശരിയല്ല. അൻവറിനെ പോലെ 40% ആൾക്കാരെ റെപ്രസെൻ്റ് വന്നിട്ട് അൻവർ പുറത്ത് നിൽക്കാതെ ഈ വിദേശത്ത് വന്ന ഒരു പണക്കോടീശ്വരൻ, അയാളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടേ ഉള്ളൂ, ഭാര്യയല്ലേ, വേറെ ഒരു സ്ത്രീ ഉണ്ടേ ഉള്ളൂ. അയാൾ ഈ സതീശനെ മുന്നണി ചേർത്ത് ഒരു സീറ്റും കൊടുത്തു. ഇപ്പോൾ ഇവിടെ പോയി അവരൊക്കെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പറയട്ടെ, സ്നേഹം വേറെ കാര്യം പറയുമ്പോൾ മുഖം നോക്കിയൊന്നുമില്ല, മുഖത്തോട്ട് ആവശ്യമില്ല. അതൊരു സ്ഥാനാർത്ഥി ഞങ്ങൾ 48 സീറ്റ് കൊടുക്കണം സമുദായത്തിന്, 3-1. ആ 3 കൊടുക്കാൻ 48 കൊടുക്കാൻ വേണ്ടി 12 പോലും 36 കൊടുത്തിട്ടുള്ളൂ. ആ 12 സീറ്റിലേക്ക് ഷമീർക്ക് പറവില്ലായിരുന്നോ? VR ഷമീക്ക് അയാൾക്ക് ജയിച്ചവിടെ ഇതിൽ അത് കൊടുക്കില്ല. അപ്പോൾ ഉരുണ്ട് കളിയും തന്ത്രവും യുക്തിയും ഒന്നും കാര്യമില്ല. നിങ്ങളുടെ യുക്തിയും ഉരുണ്ടുകൾക്ക് ആത്മാർത്ഥമായിരിക്കണം. അതല്ലെങ്കിൽ പഴയ കാലമല്ല, വെറുതെ പാർട്ടി പോകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ സംഭവിച്ചത് എന്താണോ അതുപോലെ സംഭവിക്കും. എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ തുടങ്ങാം. 21 മന്ത്രിമാർ, 20 മന്ത്രിമാരിൽ 11 പേരും ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ വെറും 9% വിഭാഗത്തിന് കൊടുത്തു. ആൾക്കാർ സംഭവിക്കുമോ? അതുപോലെ 11 പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരുന്നു, 11 പേര്. സഖാവെ, നിങ്ങൾ ബുദ്ധിയുള്ളേത് സഖാക്കടികൾക്ക്. ആ 11 പേര് ഇപ്പോൾ 13-15 പേരായിട്ടുണ്ട്. അന്ന് 64-ന് 13 പേരാണ്, 11 പേര്. ഈ 11 പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർ 64-ൽ പാർട്ടി പിളരുന്നതിന് മുമ്പ് മൊത്തമായിട്ട് വന്നിട്ട് CPM മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അതിൽ 11 പേരിൽ 9 പേരും 2% ബ്രാഹ്മിൻസ് ആയിരുന്നു. ഒരു മുസ്ലിം, ഒരു അന്ന് എനിക്ക് ഈഴൊന്നും വന്നില്ല, ദളിതും വന്നില്ല, ഒരു നായരാണ് എൻ്റെ ഓർമ്മ, 2 പേരുള്ളൂ. അതെല്ലാം ബ്രാഹ്മിൻസ് തന്നെ. അപ്പോൾ മാവ് അവിടെ ചെന്ന് ചോദിച്ചേ,
ഈ 2% ജനസംഖ്യയിലെ ബ്രാഹ്മിൻസ് കൊണ്ട് നിങ്ങൾ ഈ 11 പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർ എങ്ങനെ നിങ്ങൾ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചോദിച്ചു. 64 63 അവസാനം, 64 ആദ്യം. 64 പോയിട്ട് എത്ര വർഷമായി? 64 പോയിട്ട് എത്ര വർഷമായി? 64 പോയിട്ട് 36, 20, 56, 60 വർഷം കഴിഞ്ഞ് ഡയമണ്ട് ജൂബിലി എന്ന് പറയും. ഡയമണ്ട് ജൂബിലി കഴിഞ്ഞു. എന്നിട്ട് ഇന്നിപ്പോൾ കേരളത്തിൽ അത് ഈ ഇലക്ഷൻ അത് തീരും കഴിഞ്ഞ് പിന്നെ 1 കോടി ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അതിരുന്ന് 1980 തുടങ്ങി BJP 30 വർഷത്തിനകം അവർ ഇന്ത്യയിൽ ഒന്നാം കക്ഷി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. ഭരിച്ചത് 15 വർഷമല്ല, 30 വർഷത്തിനകം. 1980 തുടങ്ങി BJP ഭാരതീയ ജനതാ പാർട്ടി 30 വർഷത്തിനുള്ളിൽ അവർ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുത്തു. സഖാക്കൾ നിങ്ങൾ കേൾക്കണം. സഖാക്കൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഏതാണ്ട് 90 വർഷമായി. ഈ പാർട്ടി പിളർന്നിട്ട് 64 പോയിട്ട് ഏതാണ്ട് 60 വർഷമായി. എന്നിട്ട് നിങ്ങളുടെ അവസ്ഥ ഇത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ, ത്രിപുരയിൽ, ആന്ധ്രയിൽ 67 MP ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായിരുന്നു AKG ഒക്കെ. ആ കാലം പോയിട്ട് സ്വാത്സാൽപത്തിൻ്റെയും സംഗീത മനോഭാവത്തിൻ്റെയും ന്യൂനപക്ഷങ്ങൾ ഒതുക്കിയതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾ മണ്ണടിഞ്ഞു പോയി. കൽക്കട്ടയിലും ത്രിപുരയിലൊക്കെ. ത്രിപുരയിൽ പിന്നെ അധികം മുസ്ലിങ്ങളൊന്നുമില്ല. കൽക്കട്ടയിൽ 10-30% മുസ്ലിങ്ങളുണ്ട്. നിങ്ങളുടെ ഓഫീസിൻ്റെ പേരിൻ്റെ ഒരു മുസ്ലിം സഖാവിൻ്റെ പേരിലാണ് കൽക്കട്ടയിലെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൻ്റെ. പരസ്യമായിട്ട് നിങ്ങൾ അവരെ ആക്ഷേപിക്കുക, അവർ നന്ദിഗ്രാമമൊക്കെ ഉണ്ടാക്കി കളഞ്ഞില്ലേ. അവർ മാറി. അവസാനം വന്നാണ് തൃണമൂലിലേക്ക് പോയി. അപ്പോൾ അർഹതപ്പെട്ട കയ്യിൽ വന്നില്ല. തൃണമൂൽ കോൺഗ്രസ്സിലെ ഒരു ബ്രാഹ്മൺ സ്ത്രീ തന്നെയാണ്. അവർ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ അവർ വലിയ കുഴപ്പക്കാരില്ലെന്നാണ്. എവിടെ ഭരണ ലക്ഷം മാത്രമേ ഉള്ളൂ. ഭരിക്കാൻ വല്ല അടവ് മാത്രമേ അവരും കാണിക്കുന്നുള്ളൂ. അല്ലാതെ സമുദായം എന്താക്കാനൊന്നുമില്ല. അതൊക്കെ വെറും തോന്നലാണ്. ഇപ്പോൾ രണ്ടാമത്തെ ആൾ പോലും, ഞാനിപ്പോൾ രാഹുൽ ഗാന്ധി കുറ്റം പറഞ്ഞെടുക്കുക, രണ്ടാമത്തെ ആൾ പോലും ഒരു മുസ്ലിമിനെ തൃണമൂൽ കോൺഗ്രസ് വെച്ചില്ലല്ലോ. അവരുടെ പെങ്ങളുടെ മകനോ അവരോട്ടാണോ? അതിൽ മറ്റു ബ്രാഹ്മിൻസുള്ളൂ. മുസ്ലിങ്ങൾ തുടിക്കുന്നില്ല. അവർ വോട്ട് വേണം. ഒരു പാൽക്കണ്ണീരി അടിക്കും മുസ്ലിങ്ങൾക്ക് വേണ്ടി. എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നും ചെയ്തില്ല. അങ്ങനെ ഈ സമുദായത്തെ ഇന്ത്യയിൽ കാലാകാലങ്ങളിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആലപ്പുഴയിലൊക്കെ ജോലിക്ക് വന്ന സ്ത്രീകൾ കുഞ്ഞു മക്കൾ ഉറങ്ങാൻ വേണ്ടി മുകളിൽ ചെറിയ ചാര കുപ്പിൽ തുണി ഓടിക്കിട്ട് വായിൽ മുട്ടിച്ചിടും. അത് ആ ചാരത്തെ അത് കേട്ട് തൊട്ടാണ് ഉറങ്ങിക്കിടന്നുള്ളൂ. അല്ലാതെ വേറെ അന്വേഷിക്കാൻ ആളില്ല. മുല കൊടുക്കും പിള്ളേർ മുതലാളി സമ്മതിക്കില്ല. അങ്ങനത്തെ കാലമായിരുന്നു ആലപ്പുഴയിലൊക്കെ. അതുപോലെ മയക്കൊക്കെ എടുത്താണ്. അത് കാണുന്നത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇന്ത്യയിലത് കേരളത്തിലത്. കോൺഗ്രസ് ഗവൺമെൻറ്, ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്റിനോ ഈ സമുദായത്തിന് മാന്യമായൊരു അംഗീകാരം കൊടുത്തുള്ളൂ. കമ്മ്യൂണിസ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? പക്ഷെ ഇവർക്കെല്ലാം വോട്ട് വേണം. അങ്ങനെ മുസ്ലിം സമുദായമായിട്ട് അകന്നു പോയതിൻ്റെ ഫലം മറ്റും നടന്നില്ല. ഇപ്പം ഇന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയും ആരായിരുന്നു മുസ്ലിങ്ങൾ, എന്തായിരുന്നു മുസ്ലിങ്ങൾ, എങ്ങനെയായിരുന്നു മുസ്ലിങ്ങൾ, അവരുടെ സാഹചര്യം എന്തായിരുന്നു, അവരുടെ സപ്പോർട്ട് എന്തായിരുന്നൊക്കെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയും. മറ്റ് തട്ടിപ്പ് നടത്തില്ലേ, തട്ടിയെടുത്ത് നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മറ്റ് ബീഹാറായിട്ട് അനുവദിക്കാനോ മറ്റ് മഹാരാഷ്ട്രയിലേക്കുള്ള ഇലക്ഷൻ ശേഷം വോട്ട് ചെയ്തേക്കാൾ കുറേയധികം കൂടുതൽ വോട്ട് എണ്ണിപ്പോൾ. ആദ്യം പബ്ലിഷ് ചെയ്തേക്കാൾ വളരെ കൂടുതൽ, ലക്ഷത്തിന് കൂടുതൽ വോട്ട് എണ്ണിപ്പോൾ. ഇതെവിടെ നിന്ന്? കേരളത്തിൽ പോലും 34 ലക്ഷത്തിന് 3,60,000 വ്യത്യാസമൊക്കെ ഉണ്ട്. ആരോട് ചോദിക്കാൻ? ഇലക്ഷൻ കമ്മീഷൻ എഴുതിയ പരാതിപ്പെടാൻ പാടുള്ള നിയമം ഉണ്ടാക്കിയെടുത്താണ്. എന്നിട്ടും അവർ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിഡ്ഢികളെ നമ്മൾ സമ്മതിച്ച് തരും. എന്തൊരു തട്ടിപ്പ് നടക്കുന്നത്! എത്ര ആയിരം കോടി രൂപ പ്രതിമകൾക്കും ഒക്കെ വേണ്ടി പാലം പണിത് ബീഹാറിൽ മറ്റേ നിതീഷിൻ്റെ കാലത്ത് 10 വന്നിട്ട് പാലങ്ങളുണ്ട്. 10,000 കോടിയൊക്കെ കൊടുക്കുന്ന വലിയ പാലങ്ങൾ എന്നാണ്. പുലിക്കൊറ്റൊക്കെ പണിത് പണി പൂട്ടിയത് പണി പൊളിഞ്ഞാടിയുണ്ട്. ഇതൊക്കെ തട്ടിപ്പ് അഴിമതിയാണ്. അതാണ്. എന്ത് ചെയ്താലും ഒരു ചോദ്യമില്ല. ആർക്കും എന്ത് ചെയ്യാം, ആരും ചോദിക്കില്ല. കേരളത്തിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇപ്പോൾ അതൊക്കെ തന്നെയാണ് ആയിരുന്നു ഈ ഭരണം വരെ. ഇനി അടുത്ത ഭരണം UDF വരുമോ? വന്നാൽ തന്നെ അവരൊക്കെ എങ്ങനെ പോകുന്നുള്ളത് കാത്തിരിക്കണം. ജനങ്ങൾ വലിയ പ്രതിഷേധമാണ്. ജനങ്ങൾക്ക് എന്ത് പ്രതിഷേധം വെച്ചാലും അതൊക്കെ പണത്തിന് കുഴപ്പമിട്ട് തകർത്ത് കളയും. ഇപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ ഞാൻ നിർത്തത്, ഇപ്പോൾ 2008 വെള്ളപ്പൊക്കത്തിൽ 2014 വെള്ളപ്പൊക്കത്തിൽ ഒരുപടി ആൾക്കാർ മരിച്ചു, കോടി രൂപ സ്വത്ത് സംഭവിച്ചു. അത് കാരണക്കാരൻ മറ്റേ ഇത് തുറക്കാത്തത് കാരണം തോന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അന്വേഷിച്ചിട്ട് ആ കാലത്തുണ്ടായ മന്ത്രി മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ആരും രാഷ്ട്രീയ ഇവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കണം.
മുഖ്യമന്ത്രി അറിയാൻ നടക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി ഉൾപ്പെടെ നഷ്ടപരിഹാരം കൊടുക്കണം. ഇല്ലെങ്കിൽ UDF ഗവൺമെൻറ് വാങ്ങിക്കില്ല നിന്ന്. മാത്യു ടി തോമസ് അത് തുറക്കാൻ അനുവാദം കൊടുത്തിട്ട് ചീഫ് എഞ്ചിനീയർ കൊടുത്തിട്ട് മാത്യു ടി തോമസ് ഉൾപ്പെടെ മന്ത്രി കൊടുത്തില്ലെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കണം, നഷ്ടപരിഹാരം വാങ്ങിക്കണം. കൊണ്ട് വെറുതെ ജയിലിൽ കൊണ്ടിട്ട് കാര്യമില്ല. ജയിലിൽ കൊണ്ട് ഇപ്പോൾ സുഖ ജീവിതമാണ് ജയിലിൽ പോയത്. നഷ്ടപരിഹാരം വാങ്ങിച്ച് കൊടുക്കണം, സർക്കാർ കൊടുക്കണം, അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കണം. ഇറസ്പോൺസിബിളായിട്ട് പ്രവർത്തിച്ചത്. ഫയൽ പഠിച്ചു വരുമ്പോഴല്ലോ എത്ര ഭീകരമാണ് ചെയ്തിരിക്കുന്നത്. മണിയുണ്ട്, മണി മണ്ടൻ. മണി 1 കോടി രൂപയുടെ കറണ്ട് കിട്ടാൻ വേണ്ടിയാണ് വെള്ളം ഒട്ടും തുറന്ന് ആ പരമാവധി അവിടെ സംഭരിച്ചു, സ്റ്റോർ ചെയ്തു. അവസാനം 1 കോടി ലാഭം കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ ഒരാട്ടി എത്ര കോടി നഷ്ടപ്പെടുന്ന ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടു. അപ്പോൾ ഭരിക്കുന്ന കക്ഷികൾ, ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച് നാട് പറ്റിച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് സ്ഥിതി? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആയിരക്കണക്കിന് ഈ സിനിമാ തിയേറ്റർ മുമ്പിലേക്ക് പോയി നോക്ക്. ഒരു 10 ഇപ്പം പഴയ പോലെ ക്യൂ ഒന്നുമില്ല. ഇതൊരു 1000 ആൾ കൂടുന്നത് ഒരാളിലും മുഖം പ്രസന്നമാണോ? സന്തോഷമുണ്ടോ? ഉള്ളവനായാലും ഇല്ലാത്തവനായാലും, ഉള്ളവനുള്ളതിലും ഇല്ലാത്തതിലും ആർക്കും സമാധാനമുള്ള ഒരു സുരക്ഷിതമൊന്നുമില്ല. എന്തും സംഭവിക്കുന്നില്ല. എന്തു സംഭവിക്കാം? അയാൾ ഒറ്റ വാക്ക് ഞാൻ പറയാം. ലോകം മുഴുവൻ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ശ്രദ്ധ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയൊരു ആപത്തുണ്ടായാൽ അന്ന് ചോദ്യം പോലും ലോകത്ത് ഉണ്ടാവില്ല. അവരുടെ ശ്രദ്ധ അവിടെയായിരിക്കും. അതുകൂടി നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട്, അനീതിക്കൊരു പുരതണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്ക് നിർത്താൻ ഒരു കാര്യം പറയാം. ഈ 13-ാം നമ്പർ കോടതി, നമ്മുടെ ഹൈക്കോടതിയിൽ വരെ 13-ാം നമ്പർ ഇപ്പോൾ 13 ഇല്ല. ഇപ്പോൾ അതൊരു മോശം നമ്പർ. 12 14 പോകണം. അതുപോലെ കൽക്കട്ടയിൽ 47 വർഷമായിട്ട് പ്രേതവാദന ഒരു റെയിൽവേ സ്റ്റേഷൻ തുറന്നിട്ടില്ല. 42 വർഷമായി. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു. ഇതിനേക്കാൾ ഉപരി ഈ മെട്രോ സ്റ്റേഷനുകളിൽ പരസ്യം സ്വീകരിച്ച് ലക്ഷങ്ങൾ വാങ്ങിക്കണം നമ്മുടെ കേരളത്തിൽ, എറണാകുളത്ത്. അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്ര ആയിരക്കണക്കിന് സ്റ്റേഷൻ നമുക്കുണ്ട് ഇന്ത്യയിൽ. ഓരോ സ്റ്റേഷനും ഇതുപോലെ കമ്പനികളുടെ പരസ്യം വാങ്ങി ലക്ഷങ്ങൾ വാങ്ങിച്ചാൽ ഒരു പക്ഷേ ടിക്കറ്റ് ചാർജിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ ലാഭം ടിക്കറ്റ് ചാർജ് കിട്ടിയ മുഴുവൻ അല്ലല്ലോ, ലാഭമെല്ലാം പറയാം, ചിലവായി പോലെ അതിനെ കൂടുതൽ ലാഭം കിട്ടി ഇതിൽ നിന്ന്. അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.